നമസ്കാരം. മാർക്കോ എന്ന ചിത്രം തിയേറ്ററിൽ റിലീസായതിനു പിന്നാലെ തന്നെ OTT-യിൽ വന്നതിന് ശേഷം ഒരുപാട് അഭിപ്രായങ്ങൾ വർദ്ധിക്കുകയും ചെയ്തു. തിയേറ്ററിൽ വൻ വിജയമായ ചിത്രത്തിന് പിന്നാലെ റിയാസ് ഖാന്റെ രംഗം തിയേറ്ററിൽ നിന്ന് ഒഴിവാക്കിയതായി ഉണ്ണി മുകുന്ദൻ പറഞ്ഞിരുന്നു, റിയാസ് ഖാൻ പറഞ്ഞിരുന്നു. അതിന് പിന്നാലെ നിർമ്മാതാവും വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം ആ രംഗം അങ്ങ് പുറത്തിറക്കിയതിന് ശേഷം ആളുകൾ എല്ലാവരും കൂടെ ട്രോളോട് ട്രോള്. ഇത് തിയേറ്ററിൽ റിലീസ് ചെയ്യാത്തത് നന്നായി, ഈ സീൻ ഒഴിവാക്കിയ എഡിറ്റർക്ക് കയ്യടി, അങ്ങനെ തുടങ്ങി ട്രോൾ പൂരമാണ് മാർക്കോ നേരിടുന്നത്. മാർക്കോയ്ക്ക് വലിയ കയ്യടികൾ കിട്ടിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യത്തിൽ തിയേറ്ററിൽ തന്നെ വലിയ ജനപ്രവാഹമായിരുന്നു. A സർട്ടിഫിക്കറ്റ് സിനിമയായിട്ട് കൂടി ആളുകൾ തിയേറ്ററിലേക്ക് വരികയും 100 കോടിയിലധികം രൂപ കളക്ട് ചെയ്തു എന്നുള്ളതാണ് നിർമ്മാതാക്കളുടെ അവകാശവാദം. അങ്ങനെ ഒരു പോസ്റ്ററൊക്കെ പുറത്തു വരികയും ചെയ്തിരുന്നതാണ്. പക്ഷേ ഈ ഒരു രംഗം പുറത്തുവിട്ടതോടുകൂടി തന്നെ ട്രോളിൽ എയറിൽ ആണ് മാർക്കോ, ഉണ്ണി മുകുന്ദൻ, റിയാസ് ഖാൻ. ഈ 3 പേരും എയറിൽ തന്നെയാണ്. കാരണം പലപ്പോഴായി പല അഭ്യൂഹങ്ങളും ഉണ്ടായിരുന്നു. മാർക്കോയിൽ കയ്യിലുണ്ടായിരുന്ന തലയോട്ടി അത് റിയാസ് ഖാൻ്റെതായിരുന്നു, അത്രയും ബ്രൂട്ടലായിട്ടുള്ള വയലന്റ് രംഗങ്ങളാണ് റിയാസ് ഖാനുമായിട്ടുള്ളത് എന്നൊക്കെ തുടങ്ങി ഒരുപാട് സംശയങ്ങൾ ആളുകൾക്കിടയിൽ ഉണ്ടായിരുന്നൊരു ഘട്ടത്തിൽ ആ രംഗം പുറത്തു വരുമായിരിക്കും, OTT-യിൽ വന്നതിന് ശേഷം അൺകട്ട് വെർഷനായിട്ട് ആ രംഗം പുറത്തു വരുമായിരിക്കുമെന്ന് കരുതിയിരുന്നു. പക്ഷേ ക്യൂബ്സ് എൻ്റർടൈൻമെൻറ്റ് തന്നെ പറഞ്ഞിരുന്നത് അത് പുറത്തുവിടാൻ പറ്റാത്തൊരു സാഹചര്യമാണ്, അതുകൊണ്ട് തന്നെ ആ അൺകട്ട് വേർഷൻ റിലീസ് ചെയ്യുന്നില്ല എന്നുള്ളത് നിർമ്മാതാക്കൾ പറഞ്ഞിരുന്നു. അതിന് പിന്നാലെയാണ് റിയാസ് ഖാനുമായിട്ടുള്ള രംഗം ഞങ്ങൾ വാക്ക് നൽകിയിരുന്നതാണ്, അതുകൊണ്ട് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ ഈ രംഗം ഞങ്ങൾ പുറത്തുവിടുകയാണ് എന്ന് ക്യൂബ്സ് എൻ്റർടൈൻമെൻറ്റ് പറയുകയും ചെയ്തിരുന്നു. ഈ പോസ്റ്റ് കണ്ടപാടെ എല്ലാവരും യൂട്യൂബിലേക്ക് പോയി എന്താണ് റിയാസ് ഖാൻ ഇതിൽ ചെയ്തു വെച്ചിരിക്കുന്നത് എന്നറിയാൻ വേണ്ടി കയറിയതാണ്. പക്ഷേ നിർത്താതെ ചിരിയാണ്, ട്രോളാണ്. പക്ഷെ സംഭവം സീൻ സീരിയസ് ആണ്. ഉണ്ണി മുകുന്ദൻ സ്കൂട്ടർ ഓടിച്ച് നായികയെ കാണാൻ എത്തുന്നു. നായികയ്ക്ക് നേരിടേണ്ടി വന്ന ഒരു അപമാനത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു. അവിടുത്തെ സബ് ഇൻസ്പെക്ടറായിട്ടാണ് റിയാസ് ഖാൻ എത്തുന്നത്. പിന്നെ നടക്കുന്നത് കോമഡിയാണ്. അതായത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു രംഗമാണ് ഉദ്ദേശിക്കുന്നത്, പക്ഷേ ട്രോൾ മഴയിലായിട്ട് ആ രംഗങ്ങൾ മാറുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ മാർക്കോ എന്ന ചിത്രത്തിൽ ഈ സീൻ വന്നിരുന്നെങ്കിൽ അത് സിനിമയെ തന്നെ പ്രതികൂലമായി ബാധിച്ചേനെ എന്ന് ഒരു വിഭാഗം പറയുകയാണ്. അവരുടെ തന്നെ വാദമാണ് ഈ സീൻ എഡിറ്റ് ചെയ്ത് കളഞ്ഞ എഡിറ്റർക്ക് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ട്രോളുകളാണ് ഈ രംഗത്തിന് നേരെ വരുന്നത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടു കൂടിയാണ് ഈ രംഗം യൂട്യൂബിൽ വന്നത്. പക്ഷേ നിമിഷ നേരം കൊണ്ട് തരംഗമായി മാറി. സ്വാഭാവികമാണ്, കാരണം അത്രയും ആളുകൾ റിയാസ് ഖാൻ എന്താണ് ഈ സിനിമയിൽ ചെയ്തിരിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു കൗതുകം, ആകാംക്ഷയൊക്കെ ഉണ്ടായിരുന്നു. അതെന്തായാലും നിമിഷ നേരം കൊണ്ടാണ് തമാശയായി മാറിയത്, ഒരു ട്രോൾ മെറ്റീരിയലായി മാറുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ യൂട്യൂബ് കമൻറ്റ് സെക്ഷൻ മുഴുവൻ ആ വീഡിയോയ്ക്ക് കമൻറ്റിൽ എല്ലാവരും പറയുന്ന ഒരു വാചകം, രംഗം നല്ലതാ, അത് നീക്കിയത് അതിലും നന്നായി എന്നുള്ളതാണ് പറയുന്നത്. മാത്രമല്ല മാർക്കോ എന്ന ചിത്രം തന്നതിനേക്കാൾ ഉപരി ഈ രംഗം ആ സിനിമയിൽ നിന്ന് തന്നെ മാറ്റിയതിനാണ് ഏറ്റവും കൂടുതൽ കയ്യടി എന്നൊക്കെ തരത്തിലുള്ള ട്രോളുകളാണ് ഈ സീനിന് നേരെ ഉയരുന്നത്. എന്തായാലും വലിയ കയ്യടികളും വലിയ ജനപ്രവാഹമൊക്കെയായി മാറ്റേണ്ടി വരുന്ന ഒരു സീനെന്ന് പ്രതീക്ഷിച്ചിരുന്ന അണിയറ പ്രവർത്തകർക്ക് എന്തായാലും നേരെ വിപരീതമായിട്ട് തന്നെയാണ് ആളുകൾ ഇതിനെ സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പറയേണ്ടി വരുന്നത്. ഈ രംഗം ഒരു കോമഡി പീസായിട്ട് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ട്രെൻഡിങ് ആയി മാറുകയാണ്. വരും ദിവസങ്ങളിൽ ഈ രംഗവുമായി ബന്ധപ്പെട്ടുള്ള മീമും ട്രോളുകളും പേജുകളും ഒക്കെ തന്നെ ഉണ്ടാവാനുള്ള സാധ്യതയും കൂടുതലാണ്.